ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുമോളുടെ കല്യാണ തലേന്ന് പയ്യൻ്റെ വീട്ടിൽ നിന്ന് കല്യാണ പുടവയായിട്ട് അമ്മയും അച്ഛനും ബന്ധുക്കളും ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ അവരെ സ്വീകരിച്ച് ഇരുത്താണ് കേട്ടോ. അന്ന് മഞ്ഞൾ കല്യാണം, ഹൽദി ചടങ്ങും ഒക്കെ ആയിട്ടാണ് ആഘോഷമായിട്ട് നടത്താൻ അവർ തീരുമാനിച്ച് പന്തലൊക്കെ കെട്ടിയിട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ആഘോഷിക്കാനായിട്ട് അവരെ നല്ല രീതിയിൽ ക്ഷണിച്ച് പയ്യനെയും പെണ്ണിനെയും ഒക്കെ കസേരയിലേക്ക് പിടിച്ചിരുത്തുവാണ്. ആ സമയത്ത് നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ഏകദേശം മുഹൂർത്ത സമയമാകാറായില്ലേ, നമുക്ക് ആ പുടവ അങ്ങ് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജീവൻ്റെ അമ്മ പറയാം, അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. സാധാരണ പയ്യൻ്റെ സഹോദരിമാരല്ല ആരെങ്കിലുമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ അങ്ങനെ അവൻ്റെ സഹോദരി എന്ന് പറയാനായിട്ട് എൻ്റെ മോളൊക്കെ അങ്ങ് UK-യിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയായ ഞാൻ തന്നെ ഇത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ ബാലനും ഗോമതിയും പറയാം, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പിന്നെ ഈ ചടങ്ങൊക്കെ നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നമ്മുടെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. മോളെ അനു എണീറ്റ് ചെന്ന് ആ പുടവ വാങ്ങുന്ന അങ്ങനെ ഒരു സൂട്ട് കേസ് നിറച്ചും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കയ്യിലേക്ക് നീട്ടാണ് കേട്ടോ. അങ്ങനെ ഗോമതി പറയാണ്, മോളെ തൊഴുതിട്ട് പ്രാർത്ഥിച്ച് വേണം അത് വാങ്ങാൻ. അങ്ങനെ അനുമോൾ അത് തൊഴുത് പ്രാർത്ഥിച്ച് വാങ്ങുമ്പോൾ വീണ്ടും ബാലൻ പറയണം, ആ കാലിൽ തൊട്ട് തൊഴുതോ പ്രാർത്ഥിക്കുന്നവർ. അങ്ങനെ അമ്മായി അമ്മയുടെ കാലിൽ തൊട്ട് തൊഴുവാണ് അനുമോൾ. അപ്പോൾ അമ്മായി അച്ഛൻ മാറി നിന്നിട്ട് പറയാട്ടോ, മോളെ കാലിത്തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം, ഒരു കാര്യം കൂട്ടിച്ചേർത്തോ, അമ്മായിയമ്മ പോരൊന്നും എടുക്കേണ്ടി വരല്ലേ ദൈവമേ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചോട്ടോ എന്ന്. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോനും എൻ്റെ മോളും വേറെ മരുമോനും ഒക്കെ ഉണ്ട്, അവരെയൊക്കെ പോലെ തന്നെയാണ് എനിക്ക് അനുമോളും, എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു അമ്മായിയമ്മ പോരൊന്നും എടുക്കേണ്ടി വരില്ല, അത് ഉറപ്പാണെന്ന് പറയുമ്പോൾ മീനാക്ഷിയും നമ്മുടെ ദേവിയും ഇത്രയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഉടനെ അവർ പറയാം, ഞങ്ങളെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ അമ്മ നല്ലൊരു അമ്മയായിരുന്നു, അമ്മയുടെ സ്നേഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്, ഞങ്ങളോട് അമ്മായിയമ്മ പോരോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല എന്ന് ഗോമതിയെക്കുറിച്ച് പൊക്കി പറയാണ്. അപ്പോൾ ദേവി പറയാൻ കേട്ടോ, ഞങ്ങളുടെ സ്വന്തം അമ്മയെക്കാളും ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ ഈ നിൽക്കുന്ന അമ്മായി അമ്മയെ തന്നെയാണ്. അപ്പം ബാലൻ ഗോമതിയെ നോക്കിയിട്ട് പുകഴ്ത്തുന്നത് കണ്ടില്ലേ. അങ്ങനെ അവർ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ അനുമോളുടെ കയ്യിലിരിക്കുന്ന ഫോൺ അങ്ങോട്ട് റിങ് ചെയ്യാൻ തുടങ്ങി, മെസ്സേജും എന്തൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ അനുമോൾ നോക്കുമ്പോൾ അലോകിൻ്റെ ആണ് മെസ്സേജും കോളും എല്ലാം. ആകെ കിടുങ്ങി വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഇരിപ്പുറപ്പില്ലല്ലോ അനുമോൾക്ക്. തൊട്ടടുത്തിരിക്കുന്ന ജീവൻ അത് മനസ്സിലായി. അപ്പോൾ ജീവൻ ചോദിക്കുന്നുണ്ട്, എന്താ അനു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ നീ വല്ലാണ്ട് പേടിച്ചിരിക്കും പോലെ, എന്തോ പ്രശ്നമുള്ളതുപോലെ, ടെൻഷനുള്ളതുപോലെ? ഒന്നുമില്ല, അത് കല്യാണമൊക്കെ അല്ലേ, അതിൻ്റെയാണ്. അതിൻ്റെയാണോ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും അടുത്ത കോള്. അനുവിന് എടുക്കാൻ പറ്റണില്ല കേട്ടോ. ഇത് കഴിയുമ്പോൾ നമ്മുടെ അലോകിനങ്ങ് ദേഷ്യം വരികയാണ്. അനു ഫോൺ എടുക്കുന്നില്ല, ആ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നില്ല. ഉടനെ തന്നെ സുകന്യയുടെ ഫോണിലേക്ക് നമ്മുടെ അലോക് വിളിക്കുകയാണ്. സുകന്യ മാറി നിന്നിട്ട് ആ കോൾ എടുക്കുക. അവളെന്താ ഫോൺ എടുക്കാതെ? അവൾക്ക് എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്താൽ വയ്യല്ലേ? നീ വെറുതെ ഒന്ന് അവളെ ശല്യം ചെയ്യാതെ, അവിടെ ഒരു ചടങ്ങ് നടക്കൂലേ, ചടങ്ങ് മൊണ്ണങ്ങട്ട. നിങ്ങൾ ആ ഫോൺ അങ്ങോട്ട് കൊണ്ട് കൊടുത്തേ അവളുടെ കയ്യിൽ. നീ എന്താ ഈ പറയുന്നത്? ഇപ്പം അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനൊന്നും പറ്റില്ല, അവിടെ ഒത്തിരി ആളുകളുണ്ട്, അവിടെ ആളുണ്ടോ മണ്ണാങ്കട്ടയുണ്ടോ ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് നിങ്ങൾ ഈ ഫോൺ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ടോ? അവളോട് എനിക്ക് സംസാരിക്കണം. ദയാലോകെ, നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലേ. ഒരു പ്രശ്നവും ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിനാ അവളെ വിളിക്കുന്നത്? വേറൊന്നിനുമല്ല, അവൾ എന്നോട് മാപ്പ് പറയണം, അത്രയേ ഉള്ളൂ. എന്ത് മാപ്പ്? വേറൊന്നുമല്ല, അവൾ എന്നോട് സംസാരിച്ചിട്ട് ജസ്റ്റ് 2 വാക്ക് പറയണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ പ്രശ്നങ്ങൾ നല്ല രീതിയിലൊന്ന് അവസാനിപ്പിക്കണം. അല്ലാതെ അവളെ ദ്രോഹിക്കാനോ വേറെ ഒന്നിനുമല്ല ഞാൻ കൂട്ടു നിൽക്കുന്നത്. ആണല്ലോ, അതെ, നല്ല രീതിയിൽ പറഞ്ഞു പിരിയാൻ വേണ്ടി തന്നെയാണ് അവളെ ഒന്ന് സംസാരിക്കണമെന്ന് പറയണം. നിങ്ങൾ ഫോൺ കൊണ്ട് കൊടുക്കുക. പിന്നൊരു കാര്യം, ഇതിപ്പം നിങ്ങൾ കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചാടി തുമ്മിച്ച് അങ്ങോട്ട് വരും. അങ്ങോട്ട് വന്നാൽ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. എടാ അലോകെ, പ്ലീസ് ഇങ്ങോട്ട് വരല്ലേ, ഞാൻ അവളോട് പറഞ്ഞോളാം എന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ അലോകിന് ഫോൺ എങ്ങനെയെങ്കിലും ആ ഫോൺ നമ്മുടെ അനുമോളുടെ കയ്യിലെത്തിക്കണമല്ലോ. അന്ന് ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കിനും നമ്മുടെ അനുമോളുടെ കയ്യിൽ ഈ ഫോൺ കൊണ്ട്
അനുമോൾക്കാണെങ്കിൽ ആ ഫോൺ വാങ്ങാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞാൻ സംസാരിക്കില്ല അവനോട്, എനിക്ക് ഈ കോള് അറ്റൻഡ് ചെയ്യണ്ട. ദേ അനു അവൻ ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത് ചാടിത്തുമ്പിച്ച്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം അറിയാമല്ലോ. അതിനേക്കാൾ നല്ലത് ഒരു വാക്ക്, ഒറ്റൊരു വാക്ക് നീ അവനോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ സമാധാനമാവും. അവൻ വെച്ചിട്ട് പൊക്കോളും. അവനെ ഒരു വല്ലാത്തൊരു ചെറുക്കനാ, പറഞ്ഞിട്ട് കാര്യം, തലയ്ക്ക് വട്ടി പിടിച്ചാണ് ചെറുക്കൻ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ ആ ഒരു നിർബന്ധത്തിൽ നമ്മുടെ അനുമോളെ നിർബന്ധിച്ച് അതിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ ഈ ഒരു സുകന്യ. എന്നിട്ട് ഫോൺ അങ്ങോട്ട് കൈ കൊടുക്കുക. ഹലോ, എടി നീ ഭയങ്കര സന്തോഷത്തിലാണല്ലേ? അല്ല, കല്യാണത്തിൻ്റെയൊക്കെ ആ ഒരു സന്തോഷത്തിലായിരിക്കും. അലോകെ, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നീ കാര്യം പറ. എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിന്നോട് വഴക്കിനൊന്നും വന്നതല്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ എന്തൊക്കെയായാലും സ്നേഹിച്ചിരുന്നവരല്ലേ, നല്ല രീതിയിൽ സംസാരിച്ച് പിരിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. നിനക്ക് എന്താ പറയണ്ടേ? പറ. നീ എന്നോട് മാപ്പ് പറയണം. മാപ്പോ? ഞാനെന്തിന് നിന്നോട് മാപ്പ് പറയണം? തെറ്റ് ചെയ്തത് നീയല്ലേ? അതെനിക്കറിയില്ല, പക്ഷേ എന്നെ ഇപ്പം തേച്ചിട്ട് പോകാൻ നോക്കുന്ന നീയല്ലേ? അതുകൊണ്ട് നീ എന്നോട് മാപ്പ് പറയണം. എനിക്ക് അപ്പം തന്നെ ഉടനെ സുകന്യ പറഞ്ഞു കൊടുക്കുക. അവൻ പറയുന്നത് എന്താണെന്ന് ചെയ്തു കൊടുക്കുന്നു. ശരി, സമ്മതിച്ചു. എന്നോട് മാപ്പ് പറയണം, അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാൻ പറയാം. മാപ്പ് ഞാൻ ചെയ്തതിനെല്ലാം എനിക്ക് നിന്നോട് ഇനി എന്താ പറയാ, ഞാൻ മാപ്പെന്ന് പറയാം കേട്ടോ. അയ്യോ, ഇങ്ങനെ പോരാ, നല്ല രീതിയിൽ പറയണം. പിന്നെ ഈ ഫോണിൽ കൂടെയുള്ള മാപ്പ് പറച്ചിലൊന്നും അത്ര നല്ലതല്ല കേട്ടോ. എനിക്ക് നിന്നെ കാണണം, നേരിട്ട് കണ്ട് നീ എന്നോട് മാപ്പ് പറയണം. അലോകെ, ഇവിടെ നീ രാത്രി ഇറങ്ങി വരാനൊന്നും എനിക്ക് പറ്റില്ല. ഇവിടെ ആളുകളുള്ളതാ. അതൊന്നും എനിക്കറിയണ്ട. എങ്ങനെ വേണമെങ്കിലും നിനക്കിവിടെ വരാം. പക്ഷേ എനിക്ക് നിന്നെ നേരിട്ട് കാണണം, സംസാരിക്കണം. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് പിരിയാം. അതാണ് നല്ലത്. അല്ലാതെ ഇനിയിപ്പോൾ നിന്നോട് വൈരാഗ്യവും വിരോധമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. നിൻ്റെ കല്യാണം നാളെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ പുറത്തേക്ക് വാ. ഞാൻ ആ റോഡിൻ്റെ വളവിലേക്ക് നിൽക്കാം. നീ അങ്ങോട്ട് വന്ന് എന്നോട് മാപ്പ് പറഞ്ഞിട്ട് പൊക്കോ. അതല്ലോകെ, എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും പറഞ്ഞ് അനുമോളെ പേടിപ്പിക്കണം കേട്ടോ. അങ്ങനെ അനുമോൾ പേടിച്ച് പറിച്ചിട്ട് കാര്യം സുകന്യോട് പറയാം. അപ്പോൾ സുകന്യ പറയണത്, അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ അത് ചെയ്തു കൊടുക്കണം. അതെങ്ങനെ ചേച്ചി? ഇവിടെ ഇത്രയും ആളുകളുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് പോകുന്ന? എടി, എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറങ്ങാം, ഞാൻ നിന്നെ കൊണ്ടുപോവാം എന്നും പറഞ്ഞുകൊണ്ട് അനുമോളെയും കൂട്ടി നമ്മുടെ സുകന്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആളുകളൊക്കെ ഇങ്ങനെ വരുവാണല്ലോ, ബന്ധുക്കളും അടുത്ത വീട്ടിലെ ആളുകളൊക്കെ. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോമതി. പെട്ടെന്ന് ഗോമതി ഇത് കാണുക കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെവിടെ പോവായി രാത്രി? അല്ല, അത് ചേച്ചി വേറൊന്നുമല്ല, നാളത്തെ കല്യാണ സാരിയുടെ ആ ഒരു മാച്ചായിട്ടുള്ള ഇയറിങ്സൊക്കെ, നെക്ലസും എവിടെ ഒന്നും അതിനിപ്പോഴാണോ പോകുന്നത്? നേരം വെളുക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരിടത്തും പോകണ്ട, കയറിക്ക് പോയി കിടന്ന് ഉറങ്ങടി എന്നും പറഞ്ഞ് രണ്ടുപേരും വിരട്ടി വിടുവാണ് കേട്ടോ. അവരങ്ങോട്ട് അകത്തേക്ക് ചെന്ന് കയറുവാണ്. ഇതിനിടയ്ക്ക് എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറുന്നുണ്ട് നമ്മുടെ ഗോമതി. ആ സമയത്ത് അനുമോളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ സുകന്യ. വരുന്ന വഴിയിൽ ഒന്ന് രണ്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ധർമ്മൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവരോട്. അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്ന കേട്ടോ. അങ്ങനെ ധർമ്മനെയും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ധർമ്മൻ്റെയും കണ്ണ് വെട്ടിച്ച് അവരവിടെ നിന്ന് പുറത്തേക്ക് ചാടുവാണ്. പാവം അനുമോൾക്കാണെങ്കിൽ ഭയങ്കര പേടി, പോകുന്നത് തന്നെ ഇഷ്ടമല്ല. പിന്നെ ഇവരാണ് എല്ലാത്തിനും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ ചിലപ്പം അലോക് വീണ്ടും കിടന്ന സുകന്യെ വിളിക്കുക. എടാ, അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടാക്കിയിട്ട് സുകന്യ ഒരു പോക്കങ്ങ് പോയി. റോഡിൻ്റെ വളവിലേക്ക് ഒറ്റയ്ക്ക് നടന്ന് ചെല്ലാണ് നമ്മൾ അനുമോൾ. അപ്പോഴാണ് അലോക് അവിടെ നിൽക്കുന്നത്. അലോക്, നിനക്ക് എന്താ വേണ്ടത്? കാര്യം പറ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നീ എന്നോട് മാപ്പ് പറയണം, നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു പിരിയണം, അത്രയേ ഉള്ളൂ. എന്നെ നീ ചതിച്ചല്ലേ, നാളെ നീ അവൻ്റെ കൂടെ ജീവിക്കാൻ പോകണമല്ലേ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നെ കെട്ടാൻ വരുന്നവനോടെ നീ ഞങ്ങളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ട്, വിശദീകരിച്ച്. അതൊന്നും നീ അറിയണ്ട, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ അറിയണ്ടല്ലേ. ശരി, എന്നാൽ പിന്നെ നിനക്ക് എന്താ വേണ്ട? മാപ്പ് പറയണം. ശരി അലോകെ, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ്, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് തൊഴുത് അങ്ങ് പറയാട്ടോ. അപ്പോഴാണ് അലോക് പറയേണ്ടത്, കൊള്ളാം, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരല്ല മോളെ, നിൻ്റെ മനസ്സിൽ നിന്ന് അലിഞ്ഞ് പറയണം. അപ്പോഴെൻ്റെ മനസ്സ് അതുപോലെ അലിയണം, എന്നാലല്ലേ ഞാൻ സമ്മതിച്ച് തരുള്ളൂ. കളിക്കല്ലേ, വീട്ടിലെല്ലാവരും ഉണ്ട്, അവിടുന്ന് കണ്ണ് വെട്ടിച്ചിട്ടാണ് ഞാൻ വന്നത്. നിന്നെ പോലെ ഒരു ഫ്രോഡിൻ്റെ അടുത്ത് വരാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. നീ എന്താണ് എൻ്റെ ഫോൺ കട്ട് ചെയ്യുന്നത്? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എന്താ എന്നെ പറഞ്ഞ് ചതിച്ചല്ലേ എന്നല്ലേ? നീ എന്താ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ല അലോകെ. നീ പറഞ്ഞു ഞങ്ങളുടെ രണ്ട് കുടുംബക്കാരും തമ്മിൽ ശത്രുതയെല്ലാം മാറണമെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കണമെന്ന്. അത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചെങ്കിലും മനസ്സ് തൊട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചു. പക്ഷേ നിൻ്റെ മനസ്സിൽ നീ ഇത്രയും വലിയൊരു ദുഷ്ടനാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എന്നിട്ട്
ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടും നിനക്ക് മതിയാവുന്നില്ലല്ലേ? അതുകൊണ്ട് ഇനി ഞാൻ നിന്നോട് ജീവിക്കണമെന്നാണ് നീ പറയുന്നത്. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇതിന് എനിക്ക് താല്പര്യവുമില്ല. നീ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? എനിക്ക് പോകണം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടേടി. അങ്ങനെ നിന്നെ അങ്ങ് വിടാനല്ല ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അലോക്. അപ്പോൾ അനുമോൾക്ക് ചെറിയൊരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും? ഞാൻ മാപ്പ് പറഞ്ഞില്ലേ നിന്നോട്, പിന്നെന്താ? അങ്ങനെ മാപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് നിന്നെ എനിക്ക് വിടാൻ പറ്റുമോടി? ഞാനങ്ങ് ആഗ്രഹിച്ച് പോയതല്ലേ നിന്നെ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ അനിമോളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഇവിടെ വാടി ഇങ്ങോട്ടൊന്നും പറഞ്ഞ് അവിടെ സൈഡിൽ കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കാറിലേക്ക് വലിച്ച് കയറ്റാൻ നോക്കട്ടോ. അനിമോള് നമ്മുടെ അലോകിനെ തട്ടി മറിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ. നേരെ വീട്ടിൻ്റെ ഭാഗത്തേക്കല്ല ഓടുന്ന, വഴിഭാഗത്തേക്ക് ഓടുക. കുറേ ദൂരം ഓടുന്നു. പുറകെ നമ്മുടെ അലോക് പിടിക്കാനായിട്ട് കൂടെ ഓടുന്നുണ്ട്. ഏകദേശം കുറേ ദൂരം എത്തുമ്പോൾ ഒരു കാറ് വരുന്നുണ്ട്. ഒരു വെള്ള കാറ് വന്ന് അനിമോളുടെ മുമ്പിലേക്ക് നിൽക്കുകയാണ്. അനിമോൾ അതിന് മുന്നിലേക്ക് ചാടിയിട്ട് പറയണം, എന്നെ ഒന്ന് രക്ഷിക്കണേ, ഇത് അയാൾ എന്നെ പിടിക്കാൻ വരുന്നുണ്ട്, ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, എന്നെ രക്ഷിക്കണമെന്ന്. അതിനകത്തുനിന്ന് കുറേ ആണുങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. അവന്മാർ ചോദിക്കുന്നു, അയ്യോ എന്താ മോളെ കാര്യം, എന്താ പെങ്ങളെ കാര്യം? അവൻ എന്നെ ഉപദ്രവിക്കാൻ വരുവാന്ന്. തിരിഞ്ഞു നോക്കുക, ഈ വന്നതെല്ലാം അലോകിൻ്റെ ആൾക്കാരാണ്. പാവം അനു പെട്ടുപോയി. അലോകാണെങ്കിൽ ആദ്യം പേടിക്കും പോലെ ഒന്ന് അഭിനയിച്ചിട്ട് അനിമോളുടെ മുമ്പിൽ കക്കക്കാന്നും പറഞ്ഞ് രണ്ട് ചിരി അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അവന്മാരും അങ്ങോട്ട് ചിരിക്കുകയാണ്. അതും കൂടെ കാണുമ്പോൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കുമ്പോൾ രണ്ടിടത്തുനിന്നും ചിരി മാത്രം വരുന്നു. അപ്പം തന്നെ അനിമോൾക്ക് കാര്യം പിടികിട്ടി, ഞാൻ വല്ലാത്തൊരു കുടുക്കിലാണ് പെട്ടുപോയിരിക്കുന്നതെന്ന്. അനിമോൾക്ക് ഇനി അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ എന്ന് ആകെ ടെൻഷനാട്ടോ. ഇതിനിടയ്ക്ക് ബാലനും ഗോമതിയും കൂടെ പാതിരാത്രി ഉണരുന്നുണ്ട്. കാരണം ബാലനാണെങ്കിൽ ഒരു ഉറക്കവും വരുന്നില്ല. നാളെ മോളെ കെട്ടിച്ച് വിടുന്നതിൻ്റെ ആ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഗോമതിയും എണീറ്റിരുന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ബാലേട്ടാ പ്രശ്നമൊന്നും? ഒന്നുമില്ലെന്നേ, നമ്മുടെ അനുമോളുടെ കല്യാണം ആയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഗോമതി പറയാ, ലോകത്തെ എല്ലാ അച്ഛനമ്മമാർക്കും ഇങ്ങനെ തന്നെയാവും. പെൺമക്കളുടെ കല്യാണം ആകുമ്പോൾ തലേ ദിവസം ഇതേ ടെൻഷനാവും അല്ലേ ബാലേട്ടാ? എന്തായാലും എല്ലാം മംഗളമായി നടന്നാൽ മതിയായിരുന്നു എന്നവർ ആലോചിച്ചിരിക്കാൻ കേട്ടോ ആ പാതിരാത്രി. അങ്ങനെ അനുമോളെ നമ്മുടെ ആലോകും കൂട്ടുകാരന്മാരും കൂടെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ട് പോവുകയാണ്. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്